നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾക്കും പ്രേക്ഷകർക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ട്, തത്സമയം പ്രതികരിക്കാനുള്ള അവസരമുണ്ട്. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്ക് ഈ പരിപാടിയുടെ ഭാഗമാകാനും നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുമുള്ള അവസരമുണ്ട്. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാം. ജനകീയ പ്രശ്നങ്ങൾ, ജനകീയ വിഷയങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 048428300510. നിങ്ങളുടെ കൈവശം വാർത്തകളാണുള്ളതെങ്കിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കുറിപ്പ്, അതിൻ്റെ ദൃശ്യം, അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാനുള്ള സമയം. കാടിറങ്ങി വന്ന് നരഭോജിക്കടവ് ഒരു മനുഷ്യജീവൻ കൂടി കവർന്നു. മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ വലിയ ജനരോഷം ആ നാട്ടിൽ ഉണ്ടായി. കടുവയുടെ സാന്നിധ്യം പലതവണ സ്ഥിരീകരിച്ചിട്ടും വനംവകുപ്പ് നിസ്സംഗത പാലിച്ചു എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. നിരവധി തവണ പരാതിയുമായി വനംവകുപ്പിനെ സമീപിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഗഫൂറിന്റെ മരണത്തോടെ 3 കുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായത്. അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിലെ ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ സമദ് തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഗഫൂറിനെ കടുവ പിടിച്ചുവെന്ന് വിളിച്ചു പറഞ്ഞതോടെ ഞെട്ടിവിറച്ചു ഈ നാട്. ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു വന്യമൃഗ ആക്രമണം പ്രതീക്ഷിച്ചതാണ്. കാരണം ഇവിടെ ഒരു ആളെ കൊല്ലി കടുവയുണ്ടെന്ന് എത്ര തവണ വനം വകുപ്പിനെ നാട്ടുകാർ അറിയിച്ചതാണ്. പക്ഷേ ഗൗരവമുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. ഞാനും അവനടുത്തായിരുന്നു പണി ചെയ്തിരുന്നത്, റബ്ബർ വെട്ടിയിരുന്നത്. അപ്പോൾ അവനെ പെട്ടെന്ന് അവൻ്റെ കഴുത്തിന് ചാടിപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കടുവ. അതാ ചെയ്ത്. പിന്നെ ഒച്ചിട്ട് ആളെ കൂട്ടി ആളുകൾ വന്ന് ഞങ്ങൾ തിരഞ്ഞപ്പോൾ ബോഡി കിടക്കണ കണ്ടത്. അപ്പോൾ അതിന് ആൾ മരിച്ചിരുന്നു. ഒരു മരത്തിൻ്റെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അവൻ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും ആയിരുന്നു. അത്ര ഗ്യാപ്പിലാണ് നിന്നില്ല. പെട്ടെന്നൊരു സൗണ്ട് കിട്ടും, സൗണ്ട് മാത്രം കേട്ടോ അവൻ്റെ. പിന്നെ ഒന്നും സൗണ്ട് മിണ്ടിയിട്ടില്ല അവൻ. ആളുകൾ പറയും അങ്ങനെ കടുവുണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ചില ആടുകളൊക്കെ പിടിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നു. അവിടുത്തെ ആളുകളൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേറൊരു നടപടി ഉണ്ടായിട്ടില്ല. റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് കടുവ ആക്രമണം. പുറകുവശത്തിലൂടെ ചാടി വീഴുകയായിരുന്നു. സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. സമദ് പറയുമ്പോൾ പേടി തോന്നാതിരിക്കുന്നതെങ്ങനെ? വലിയ പ്രതിഷേധമാണ് കാളികാവിൽ ഉണ്ടായത്. 100% കടുവയെ കൊല്ലണം. ഇപ്പൊ നരഭോജിയായില്ലേ? നരഭോജിയായ സ്ഥിതിക്ക് എന്തായാലും കടുവനെ കൊല്ലണ്ടേ? ഞാൻ അന്ന് അവരോട് എല്ലാവരോടും പറഞ്ഞതാ, ഇവിടുന്ന് ഒരു മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്കൊക്കെ ഇനി നേരം വെളുക്കുള്ളൂ. പ്രദേശത്ത് സൗത്ത് DFO ധനിക് ലാലും സംഘവും എത്തി. കടുവയെ പിടിക്കുന്ന കാര്യത്തിലും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിൽ നാട്ടുകാർ തടഞ്ഞു. മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും തീരുമാനം. ജനരോഷം അണപൊട്ടി. MLA AP അനിൽകുമാറും സ്ഥലത്തെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും പലപ്പോഴും വലിയ സംഘർഷാവസ്ഥയിലേക്കും പോലീസും നാട്ടുകാരുമായുള്ള ഉന്തും തള്ളിലും കലാശിച്ചു. ₹14 ലക്ഷം ഗഫൂറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും കടുവയെ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നും DFO എഴുതി നൽകിയാണ് പ്രതിഷേധം ശമിച്ചത്. മരണപ്പെട്ട ശ്രീ ഗഫൂർ വളരെ നിർധന കുടുംബത്തിലെ അംഗമാണ്. ഭാര്യയും 3 കുട്ടികളും സ്ട്രോക്ക് വന്ന് ചികിത്സയുള്ള മാതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഗഫൂർ. ആയത് പരിഗണിച്ച് ടിയാന്റെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് അടിയന്തരമായി വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുവാനും നിർധന കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിച്ച് ടിയാന്റെ ആശ്രിതർക്ക് സർക്കാരിൽ നിന്ന് സ്ഥിരം ജോലി നൽകുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ നൽകുന്നതാണെന്നും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണു മൂടിക്കെട്ടിയാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കാളികാവിൽ പ്രതിഷേധിച്ചത്. കണ്ണു തുറന്ന് കാണേണ്ടവർ അത് കാണണം.
കാളികാവിലേക്ക് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം എത്തും. സഹായത്തിന് കുങ്കിയാനകളും. കാളികാവ് കരുവാരുകുണ്ട് മേഖലയുടെ പ്രധാന ഉപജീവന മാർഗമാണ് റബ്ബർ. ഇനി എങ്ങനെയാണ് തൊഴിലാളികൾ ടാപ്പിങ്ങിനായി ഇറങ്ങുക? എന്ത് ധൈര്യമാണ് അവർക്ക് പകർന്നു കൊടുക്കാനുള്ളത്? ഈ കടുവയെ അത് എത്രയും വേഗം ജീവനോടെയോ അല്ലാതെയോ പിടികൂടണമെന്നാണ് ആവശ്യം. ഒപ്പം മനുഷ്യർക്ക് ധൈര്യമായി പണിക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ സർക്കാർ, പ്രത്യേകിച്ച് വനം വകുപ്പ്, ഒരുക്കി കൊടുക്കണം. ക്യാമറമാൻ അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നരഭോജിക്കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്നത്തെ പകലിൽ നമ്മൾ ആ മേഖലയിൽ കണ്ടത്. ആ പ്രതിഷേധത്തിന്റെ ചൂട് സ്ഥലത്തെത്തിയ DFOയും അറിഞ്ഞു. DFOയെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട്. പ്രദേശത്ത് വന്യജീവി ആക്രമണം പതിവാണ് എന്ന നാട്ടുകാരുടെ ആക്ഷേപം വനംവകുപ്പ് തള്ളിയതിലുള്ള വിമർശനവും അമർഷവും ഒക്കെ ഇന്ന് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. ചില പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക്. വന്യമൃഗശല്യം അവിടെ വളരെ രൂക്ഷമാണ്. അവിടെ നല്ല ആ മലയോര മേഖലയിൽ മൊത്തത്തിലുണ്ട്. ഈ കടുവ മാത്രമല്ല, ആന, മറ്റു മൃഗങ്ങളെ, കുരങ്ങ്. ഇതിൻ്റെ മുന്നേ ഒരു 1.5 മാസം മുന്നേ കടുവനെ അവിടെ കണ്ടു എന്നുള്ള രീതിയിൽ നാട്ടുകാർ കണ്ടിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. ഇതുവരെ അങ്ങനെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല, അവർ കേട്ടിട്ടില്ല. കുറേ മുമ്പ് പുലി പശുവിനെ പിടിച്ച് അടപിടിച്ച് കിട്ടുന്നില്ലാതെ മാത്രമല്ല ആ ഭാഗത്ത് പന്നി, അതുപോലെയുള്ള കിഴ, മാന്, അങ്ങനത്തെ എല്ലാം ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എന്തായാലും ഇതുപോലെ വന്യജീവി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ലല്ലോ. 10 മാസമായിട്ട് അവിടെ ടാപ്പ് ചെയ്തിട്ട് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും ഈ കടുവയുടെ അതേപോലെ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന സ്ഥിരമായിട്ട് നാട്ടുകാർ പരാതി പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ എന്നും ആക്രമണം നടന്നിട്ടുള്ള ഈ സ്ഥലം. പക്ഷേ ഈ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നാലും മറ്റുള്ള അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇതിൻ്റെ മുന്നേ കോഴിയും ആടും ഇതുപോലെ തന്നെ തലോട്ടിയും മറ്റു മൃഗങ്ങൾ തന്നെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സ്പോട്ടിൽ. അപ്പോൾ ഇതുപോലത്തെ ശല്യങ്ങൾ അവിടെ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ മുന്നേ തന്നെ അധികൃതർ അറിയിച്ചതാണ്. പക്ഷെ അവരത് നിരുത്തരവാദമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിഷമം. എന്തായാലും ഒരു ജീവൻ നഷ്ടമായി. ഇനിയെങ്കിലും ആ നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ വനം വകുപ്പിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. മലപ്പുറം കാളികാവിലെ കടുവാ ദൗത്യത്തിനായി കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. കുഞ്ചു എന്ന കുങ്കിയാനയാണ് എത്തിച്ചിരിക്കുന്നത്. നാളെ ഒരു കുങ്കിയാന കൂടി മേഖലയിലേക്ക് എത്താൻ പോകുന്നു. ആ ദൗത്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നു. തുടർ നടപടികളും ആ ദൗത്യത്തിന്റെ ആക്ഷൻ പ്ലാനും വനംവകുപ്പ് വിശദീകരിക്കുന്നത് എങ്ങനെ? വിപിൻ. രജിത്ത്, ഗഫൂറിന്റെ ജീവൻ കവർന്ന കടുവയെ എത്രയും വേഗം പിടികൂടുക എന്നുള്ള വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ മുന്നിലുള്ളത്. അതിനായി ആദ്യ കുങ്കിയാനയെ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. കുഞ്ചു എന്ന് ഉള്ള പേരുള്ള വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാനയാണ് ഇപ്പോൾ കാളികാവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പാറശ്ശേരിയിലുള്ള സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ആദ്യ ആനയെ എത്തിച്ചിരിക്കുന്നത്. നാളെ പ്രമുഖ എന്നുള്ള മറ്റൊരു കുങ്കിയാനയെ കൂടി എത്തിക്കും. ഇങ്ങനെ 2 കുങ്കിയാനകളായിരിക്കും ഈ ദൗത്യത്തിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ കടുവാ ദൗത്യത്തിൽ ഇതിനു മുൻപ് പങ്കെടുത്ത പരിചയമുള്ള ആനകളാണ് എന്നുള്ളത് ഒരു ഗുണമാകും എന്നുള്ളത് കൂടിയാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് 16 ക്യാമറകൾ വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടെയുണ്ട്. മറ്റൊന്നുള്ളത്, അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം 25-അംഗ സംഘം എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ആ സംഘം എത്തിയിട്ടുണ്ട്. അരുൺ സക്രിയും ഒപ്പം തന്നെ ഇവിടുത്തെ സൗത്ത് DFOയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഈ ഒരു കടുവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൗത്യം ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക്, അതായത് ഈ കാളികാവ്, ഈ പറശ്ശേരി എന്നുള്ള പ്രദേശത്തേക്ക് എത്തും എന്നുള്ളതുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോഴും കാളികാവിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്റ്റേ ചെയ്യുകയാണ്. റിജിത്ത്. ശരി, കടുവാ ദൗത്യത്തിന് കുങ്കിയാനെ എത്തിച്ചിട്ടുണ്ട്. നാളെ ഒരു കുങ്കിയാന കൂടി ആ ദൗത്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. എന്തായാലും നാട്ടുകാരുടെ ആശങ്ക അകറ്റുന്ന തരത്തിലുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടന്നാൽ, തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന പരാമർശം തിരുത്തുന്നു മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ. പരാമർശം പൊതുവെ പറഞ്ഞതിൽ അല്പം ഭാവന കലർത്തിയതാണ്. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല എന്നും G. സുധാകരൻ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല, ആരും കള്ളവോട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു പോസ്റ്റൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല. കേട്ടല്ലോ, ഞാൻ ആരുടെയും തിരുത്തിയിട്ടില്ല. ഞാൻ തിരുത്തിയാൽ പിന്നെ ബാലറ്റ് തന്നെ നഷ്ടപ്പെടും. കാരണം ഇത് അക്ഷരമുള്ള മോശം. കാരണം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി എഴുതി ഞാൻ വീണ്ടും. കാരണം അങ്ങനെ എൻ്റെ കൈയക്ഷരം നോക്കി അറിയാം, ഒന്നും വായിക്കാനൊക്കെ എല്ലാവർക്കും. അപ്പം ഞാനത്
വോട്ടൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ എന്താ ഇൻഡുവോ ടിക്കോ ഒക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുന്നത്, കാരണം അവസാനം പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യം. അതുകൊണ്ട് പ്രത്യേക ദിവസം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ വിവാദ പ്രസംഗം അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുകയും കടുത്ത നടപടികളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് പോകുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് താൻ പറഞ്ഞത് അല്പം ഭാവന കലർത്തിയാണ് എന്ന ജി സുധാകരന്റെ തിരുത്തു വരുന്നത്. എന്താണിതിൽ ജി സുധാകരൻ ഒടുവിലായി വിശദീകരിക്കുന്നത് മനീഷ് മഹിപാൽ? ശ്രീജിത്ത്, CPIയുടെ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ വിവാദ പ്രസംഗം തിരുത്തിക്കൊണ്ട് അദ്ദേഹം നിലവിൽ മുന്നോട്ട് വരുന്നത്. അദ്ദേഹം നിലവിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം പൊതുവിൽ പറഞ്ഞതാണ്. ചിലർ വോട്ട് മാറ്റി കുത്താറുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു ജാഗ്രത മാത്രമാണ് താൻ കൊടുത്തത്. പക്ഷേ താൻ പറഞ്ഞതിൽ അല്പം ഭാവന ഏറിപ്പോയി. അതാണ് മാധ്യമങ്ങൾ, പക്ഷേ ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഇതിനെ നോക്കിക്കാണരുത്. പലപ്പോഴും ഇത്തരം സംവാദങ്ങളെ അത് സംവാദമായി തന്നെ കാണണമെന്ന് പറയുന്നു. അദ്ദേഹം ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്. അതായത് വോട്ട് താൻ ചെയ്തു എന്ന കാര്യത്തെ അദ്ദേഹം പക്ഷേ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. താൻ ഒരു തവണ പോലും വോട്ട് തിരുത്തിയിട്ടില്ല, ഒരു തവണ പോലും കള്ള വോട്ട് ചെയ്യുകയോ ഇതിന് പണം കൊടുത്തിട്ടോ ഇല്ല. നിരവധി തവണ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. മത്സരിക്കുമ്പോഴോ അല്ലെങ്കിൽ മത്സരത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് അതിന്റെ നേതൃസ്ഥാനം വഹിക്കുമ്പോഴോ ഒന്നും ഒരു തരത്തിലുമുള്ള മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കൃത്രിമം താൻ കാണിച്ചിട്ടില്ല. വോട്ട് മാറ്റിക്കുത്തുന്നവർക്കുള്ള ചെറിയൊരു ജാഗ്രത മാത്രമാണ് അദ്ദേഹം നൽകിയതെന്നാണ് പറയുന്നത്. ഇന്നലെയും അദ്ദേഹം പറഞ്ഞതിൽ ഒരു പരാമർശം 85% സർവീസ് സംഘടനകളുടെ വോട്ട് മാത്രമേ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ലഭിക്കുന്നുള്ളൂ. ബാക്കി 15% വോട്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും പാർട്ടി അറിയുന്നില്ല എന്ന് ആരും വിചാരിക്കേണ്ട. അതിനൊരു തെളിവ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ രഹസ്യ ബാലറ്റ് നൽകുമ്പോൾ തുറന്നു നോക്കിക്കൊണ്ട് അത് പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് പിന്നീട് അത്തരത്തിലുള്ള വോട്ടുകൾ രേഖപ്പെടുത്താറുണ്ട് എന്നുള്ള വിവാദ പ്രസംഗം അദ്ദേഹം നടത്തിയതും ഇപ്പോൾ അത് തിരുത്തി പറയുകയും ചെയ്തത്. മറ്റൊരു കാര്യം അദ്ദേഹം തമാശ രൂപേണ പറയുന്നത്, എപ്പോഴെങ്കിലും താൻ ആ രീതിയിൽ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ കയ്യക്ഷരം മോശമാണ്, ഒന്നുകൂടി എഴുതുന്ന രീതി തനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ താൻ ബാലറ്റ് തിരുത്തിയാൽ ഒന്നും വായിക്കാൻ കഴിയില്ല എന്ന് തമാശ രൂപേണ വേദിയിലിരുന്ന ആളുകളെയൊക്കെ തന്നെ തമാശ രൂപേണ താൻ പറഞ്ഞത് പൊതുവിൽ പറഞ്ഞ സാധാരണ ഒരു സംഭവമാണ്. അതിൽ ഗൗരവമേറിയ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം മാധ്യമങ്ങൾ വായിച്ച് നിങ്ങൾ നിലപാട് സ്വീകരിക്കരുത്. അവർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വാർത്ത ഉണ്ടാക്കും. മാധ്യമങ്ങൾക്കാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ വിമർശനം നൽകുന്നത്. വിവാദങ്ങളല്ല, സംവാദങ്ങളാണ് വേണ്ടത്. പൊതുവെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭാവന ഏറിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വം അടക്കം പ്രതിക്കൂട്ടിലാകുന്ന ഘട്ടം. ഒരു വശത്ത് പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്നു, പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിൽ വലിയ ആശയക്കുഴപ്പം CPM നേതൃത്വത്തിന് തന്നെ ഉണ്ടാകുന്നു. മറുവശത്ത് തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ തന്നെ ഇത് കേസെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുന്നു. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകുകയും ആലപ്പുഴ സൗത്ത് പോലീസ് ഇതിന് നിയമ ഉപദേശം തേടി ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ ജി സുധാകരനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം താൻ പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ വിവാദ ഭാഗം തിരുത്തിക്കൊണ്ട് അദ്ദേഹം മലക്കം മറിയുന്നത്. ഇങ്ങനെ ഒരു കാര്യം താൻ പറഞ്ഞത് പൊതുവെ പറഞ്ഞതാണെന്നും താൻ പറഞ്ഞതിലെ ഭാവന ഏറിപ്പോയതാണ് പ്രശ്നമെന്നും മാധ്യമങ്ങളുടെ വ്യാഖ്യാനങ്ങൾ വായിച്ച് നിലപാട് രൂപീകരിക്കരുതെന്നും അദ്ദേഹം ഈ വിഷയത്തിൽ താൻ പറഞ്ഞ വിവാദ പ്രസംഗം ഒന്നുകൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തൽ നടത്തുന്നത്. ശ്രീജിത്ത്, മനീഷ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ തന്നെ ആ പ്രതികരണം, നേരത്തെയുള്ള ജി സുധാകരൻ്റെ പ്രസംഗം ചർച്ചയായതുമാണ്. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്ന നടപടികൾ, കേസെടുക്കണമെന്ന നിർദ്ദേശം, പോലീസ് പിന്നീട് സ്വീകരിച്ച നടപടികൾ, ഇപ്പോഴുള്ള ഈ ജി സുധാകരന്റെ മലക്കം മറിച്ചിലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മയപ്പെടാൻ സാധ്യതയുണ്ടോ മനീഷ് മഹിപാൽ? ജി സുധാകരൻ ഈ പ്രസംഗത്തിന്റെ ഒടുവിലായി പറഞ്ഞത് തൻ്റെ വീട്ടിൽ ജില്ലാ കളക്ടർ തന്നോട് പറഞ്ഞിരുന്നു തഹസിൽദാർ വീട്ടിലെത്തി മൊഴിയെടുക്കുമെന്ന്. അങ്ങനെ താൻ 40 മിനിറ്റോളം തഹസിൽദാരുമായി സംസാരിച്ചു. കാര്യങ്ങൾ എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി എന്നാണ്. പക്ഷേ സാങ്കേതികമായി അദ്ദേഹം പറഞ്ഞത് ഒരു പൊതു ഇടത്ത് പറഞ്ഞ വിഷയമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമ നടപടി അദ്ദേഹത്തിന് സ്വാഭാവികമായും നേരിടേണ്ടി വരും. ഇനി അദ്ദേഹം അത് തിരുത്തിയെങ്കിൽ കൂടി ഒരു പൊതുമധ്യത്തിൽ പറഞ്ഞ വിഷയം അത് പിന്നീട് തിരുത്തിയാൽ കൂടി അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണോ അല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നിയമവ്യവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിൽ ജനാധിപത്യ വ്യവസ്ഥ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ നിയമ നടപടിയിൽ നിന്നും പിന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ 1989 നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരശേഖരണം അല്ലെങ്കിൽ തെളിവ് ശേഖരണം അടക്കം വലിയ പ്രയത്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലായിരിക്കും ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ
ഇല്ലെങ്കിൽ തുടരന്വേഷണം ഏത് വിധത്തിൽ നടത്തണമെന്ന് കൃത്യമായി പോലീസിന് തന്നെ ഒരു നിയമ ഉപദേശം തേടേണ്ടി വരും. സാധാരണഗതിയിൽ ഇത്തരം കേസുകളൊക്കെ തന്നെ ഇത്രയും വർഷങ്ങൾ നീണ്ട ശേഷം ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ പോലീസിനെ അന്വേഷിക്കുക സ്വാഭാവികമായി സാങ്കേതികമായ കാര്യങ്ങളെ പറ്റിയുള്ള നിയമ വശങ്ങളെ പറ്റിയൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ജില്ലാ കളക്ടർ സൗത്ത് പോലീസിനോട് നിർദ്ദേശം നൽകിയെങ്കിലും സൗത്ത് പോലീസ് നിയമ ഉപദേശം തേടി ആ നിയമോപദേശം നാളെ ലഭിക്കും. അതിനുശേഷമായിരിക്കും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജി സുധാകരനെതിരെ എടുക്കുക. BJP പോലും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ജി സുധാകരനെതിരായ നിയമ നടപടിയിൽ BJPയും ഭാഗമാകും. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷം വലിയൊരു ആയുധമാക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇതിലൊരു മൃദു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. A. ഷുക്കൂറിന്റെ പ്രതികരണം ഇന്ന് വന്നത് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്, അത് അഭിനന്ദിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തണമെന്ന്. പക്ഷേ BJP എന്തുകൊണ്ടാണ് EVM-നെ അടക്കം CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസും UDF LDF ഒക്കെ വിമർശിക്കുന്നതിന്റെ പിന്നിലെ കാര്യം തപാൽ വോട്ടുകളിൽ ഇപ്പോഴും CPIM-ഉം കോൺഗ്രസും കൃത്രിമം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ EVM വേണ്ട എന്നുള്ള കാര്യം പറയുന്നത്. ഒപ്പം തന്നെ തപാൽ വോട്ടുകൾ ഇപ്പോഴും എവിടേക്ക് നടക്കുന്നു അവിടെയെല്ലാം ഈ രണ്ട് പാർട്ടികളും കൃത്രിമം കാണിക്കുന്നു എന്നുള്ള വലിയ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ആരോപണം BJP ഉയർത്തുന്നത്. പ്രതിപക്ഷം എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ അത് ആയുധമാക്കി എടുക്കും. നിയമ നടപടികൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ സാങ്കേതികമായി 36 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമായതുകൊണ്ട് തന്നെ വിവരശേഖരണത്തിൽ നിയമ ഉപദേശം തേടിയ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും പാർട്ടി നേതൃത്വവും ഇപ്പോൾ CPM നേതൃത്വവും ജി സുധാകരനെ തള്ളിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഈ വിധത്തിൽ മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും നേരത്തെ നടത്തിയ പരാമർശത്തിൽ നിന്ന് മയപ്പെടുകയാണ്, മലക്കം മറിയുകയാണ് ജി സുധാകരൻ. തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന പരാമർശം തിരുത്തുന്നുണ്ട് ജി സുധാകരൻ. പരാമർശം പൊതുവെ പറഞ്ഞതാണ്, അല്പം ഭാവന കലർത്തി പറഞ്ഞതാണ്. അതാണ് വലിയ രീതിയിൽ ചർച്ചയായത്. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല, താനൊരു കൃത്രിമവും നടത്തിയിട്ടില്ല എന്നാണ് ജി സുധാകരന്റെ പുതിയ വിശദീകരണം. മനീഷ് മഹിപാൽ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ ടൂറിസ്റ്റുകളെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കി വിട്ടതായി പരാതി. വിദേശികൾ ഓട്ടോ ഡ്രൈവർമാരുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടിയിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. Tell me how I am on holiday. Yeah, I know. You met tourists, ma'am. I respect to you. But this is not allowed from here because there's a permit problem. If you want rickshaw, there is rickshaw stand there, sir. You over there, you take from there. You no problem. You sitting here. No problem. No problem. He told me he came by. You calling police? No problem. You sitting here calling police. 112. He called the police. You calling police? No problem. Police is here. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് വിവരങ്ങൾ? എന്താണ് ഇങ്ങനെയൊരു തർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്? പോലീസിന്റെ ഇടപെടലൊക്കെ ഉണ്ടായ വിഷയമാണോ ശ്യാം? റിജിത്ത്, ഈ വിഷയം പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടില്ല, മറിച്ച് ഇത് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുകയാണ്. കാരണം ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊച്ചിയിലേക്ക് ടൂറിസ്റ്റുകളായി എത്തിയ ഒരു 2 വിദേശ പൗരന്മാരെയാണ് ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിന് സമീപത്ത് അവർ ആ സ്റ്റാൻഡിലെ ഓട്ടോയിൽ കയറിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരെത്തി നിർബന്ധപൂർവ്വം അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഈ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ പ്രചരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചിയിലെത്തുന്ന വിദേശ സഞ്ചാരികൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരനുഭവം 2 വിദേശ സഞ്ചാരികൾക്ക് ഉണ്ടാവുകയും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും പോലീസ് ഉൾപ്പെടെ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തിരക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ടൂറിസ്റ്റുകളെ ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതാണ് പരാതി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റ് റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ തിരികെ എത്തും. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അതും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. മലപ്പുറം കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. കമന്റ് ബോക്സിലും ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും സങ്കടവും ഒക്കെ കുറിക്കുന്നുണ്ട്. വനംവകുപ്പ് സമ്പൂർണ്ണമായി ഈ വിഷയത്തിൽ വന്യമൃഗ ശല്യം തടയുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന വിമർശനം ഒരുപാട് പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. അതുപോലെ ഒരു 5 ലക്ഷം രൂപയും സർക്കാരിൽ ഒരു താൽക്കാലിക നിയമനവും നൽകി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒതുക്കി തീർക്കുന്ന പതിവ് കാഴ്ച വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരേണ്ടതുണ്ട് എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ചില പുതിയ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നാളെ ഡ്രോൺ നിരീക്ഷണം കൂടി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. സ്ഥലത്ത് 50 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 3 കൂടുകളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
സ്ഥലത്തിൻ്റെ ഘടന അത് ഈ ദൗത്യത്തിൽ ഒരു വെല്ലുവിളിയാണ് എന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ പറയുന്നത്. കടുവയുള്ള പ്രദേശം കണ്ടെത്തുക എന്നുള്ളതാണ് ആ ദൗത്യത്തിലെ വനംവകുപ്പിൻ്റെ ആദ്യ നീക്കം. അതിനുശേഷം സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടി വയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. മയക്കുവെടി വയ്ക്കാൻ 3 ഡോക്ടർമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെതിരെ ഭീഷണിയുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്ന മുദ്രാവാക്യത്തിനെതിരെയാണ് ഭീഷണി. ആ കത്തിയുമായി വന്നാൽ വരുന്നവന് ഞങ്ങളൊരു പുഷ്പചക്രം ഒരുക്കി വയ്ക്കും. മലപ്പട്ടത്ത് CPIM ഓഫീസ് ആക്രമിച്ചവരെ വെറുതെ വിട്ടത് ഔദാര്യമാണെന്ന് ഓർത്തോളൂ എന്നും KK രാഗേഷ് പറഞ്ഞു. മലപ്പട്ടത്ത് CPIM പ്രതിഷേധ യോഗത്തിലാണ് പരാമർശം. ഈ നാട്ടിൽ വന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആഫീസിൽ നേരെ എറിയ, ധീരജിനെ കൊന്ന കത്തി ഇനിയും കയ്യിലുണ്ട്, ആ കത്തി വേണമെങ്കിൽ ഉപയോഗിക്കുമെന്ന് പറയുക, എത്ര വലിയ പ്രകോപന. എന്നിട്ടും ഈ നാട് ക്ഷമയോടെ നിന്നെന്തുകൊണ്ടാ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന CPM-ന്റെ കരുത്തുള്ള കേന്ദ്രങ്ങളുടെ സവിശേഷത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ഭൂമിയോടെ ക്ഷമിക്കുകയാണ്. വേണ്ടാതിനെ ചെയ്യരുത്. ഈ നാടിന് വേണ്ട സമാധാനമാണ്. ആ സമാധാനം കെടുത്താൻ വേണ്ടി മുന്നോട്ടേക്ക് വരരുത്. ഞങ്ങളുടെ നേർക്ക് വന്നാൽ, ഒരു തവണ വന്നാൽ ഞങ്ങൾ ഇതുപോലെ ഒന്ന് കയറി പ്രസംഗിക്കും. നിങ്ങൾ വേണ്ടാതൊക്കെ കാണിക്കല്ലേ എന്ന് പറയും. രണ്ടാമത് വന്നാലും ചിലപ്പോൾ കുറച്ചുകൂടി ശക്തിയിൽ പ്രസംഗിക്കും. മൂന്നാമത് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക ഞങ്ങൾക്ക് പറയാനാവില്ല കേട്ടോ. അത് മനസ്സിലായില്ല. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷ ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ ഇന്ന് വൈകിട്ട് CPIM-ന്റെ പ്രതിഷേധ യോഗം. അതിൽ ഈ നേരത്തെ ഉയർന്ന പ്രകോപന മുദ്രാവാക്യത്തിന് ഭീഷണിയുടെ സ്വരത്തിലാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. KK രാഗേഷിന്റെ പ്രസംഗം, അതിന്റെ ഉള്ളടക്കം. അരുൺ പൂപ്പറമ്പ. അരീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ മലപ്പട്ടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പൊതുയോഗത്തിനിടെയാണ് ഈ ഭീഷണി പ്രസംഗം KK രാഗേഷിന്റെ ഭാഗത്തുണ്ടായത്. ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലപ്പട്ടത്ത് പദയാത്ര സംഘടിപ്പിച്ചത്. പദയാത്ര വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നു. അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്നായിരുന്നു ആ മുദ്രാവാക്യം. അതിനെതിരെ CPM നേരത്തെ തന്നെ വലിയ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ KK രാഗേഷ്, CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഈ പൊതുയോഗത്തിനിടെ പ്രസംഗിച്ചത്. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ വരുന്നവന് ഞങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കി വെക്കും എന്നതായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാന പരാമർശം. മലപ്പട്ടത്ത് CPM ഓഫീസ് ആക്രമിച്ചവരെ വെറുതെ വിട്ടത് ഔദാര്യമാണെന്ന് ഓർത്തോളണം എന്നതാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പ്രസംഗത്തിലുടനീളം കോൺഗ്രസുകാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസംഗം തന്നെയായിരുന്നു, പരാമർശങ്ങൾ തന്നെയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മലപ്പട്ടത്ത് പൂർണ്ണമായും സംഘർഷം ഒഴിവായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഇന്നലെ പദയാത്രക്കിടെ, യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്കിടെ സംഘർഷമുണ്ടായി. ഇന്നിപ്പോൾ CPM-ന്റെ പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഒന്നും ഈ പരിപാടിക്കിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പൂർണ്ണമായും സംഘർഷങ്ങൾ മാറി നിന്നു എന്ന് നമുക്ക് ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. വലിയ പോലീസിന്റെ. ശരി, അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 3 ദിവസമായി, ഇന്നടക്കം 3 ദിവസമായി ഈ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഒളിവിലായിരുന്നു. എവിടെ നിന്നാണ് പിടികൂടിയത് എന്നടക്കമുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. അഭിഭാഷകൻ ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, വിവരങ്ങൾ എന്താണ്? എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? ഷഫീദ്. രജിത്ത, കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് അന്വേഷിച്ച് നടക്കുന്ന ആളായിരുന്നു ഈ വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻ ദാസ്. ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കടക്കം ഇന്ന് നീങ്ങിയിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നീങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്ന് സ്റ്റേഷൻ കടവിൽ നിന്ന് അല്പസമയം മുൻപ് ഇയാൾ പിടിയിലായി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇയാൾക്കായി പോലീസ് 2 സ്ക്വാഡുകളായി തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇയാളുടെ വീടായ പൂന്തുറയിൽ ഇന്നും പോലീസ് പരിശോധന നടത്തി. ഇയാളുടെ അടുത്ത ബന്ധുക്കളെ
അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില മത്സ്യത്തൊഴിലാളികളെ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സ്റ്റേഷൻ കടവിൽ നിന്ന് ഇയാൾ പിടിയിലായത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇയാൾ ഈ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പോലീസിന് ഇന്ന് വൈകിട്ടോടുകൂടി ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയ്ക്ക് പിന്നാലെയാണ് സ്റ്റേഷൻ കടവിൽ നിന്ന് ബെയിലിൻദാസിനെ പിടികൂടിയത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ മർദ്ദനം ജൂനിയർ അഭിഭാഷയ്ക്ക് ഉണ്ടായിരുന്നു. ഓഫീസിനകത്തുണ്ടായ ചെറിയ പ്രശ്നത്തെ ചൊല്ലിയായിരുന്നു തർക്കവും അതിനുശേഷം ക്രൂരമായ മർദ്ദനവും ഉണ്ടായത്. ഈ ജൂനിയർ അഭിഭാഷകയുടെ മുഖത്തടിക്കുകയും അവരുടെ ഈ മുഖത്തിന് മുകളിലടക്കം വലിയ പാടുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് ഈ ജൂനിയർ അഭിഭാഷകയെ നേരിൽ കണ്ട് ഒരു തരത്തിലും ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കില്ല, പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ പോലീസിന് മേൽ സമ്മർദ്ദമേറിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇന്ന് രാവിലെ മുതൽ ഇയാളുമായി ബന്ധപ്പെട്ട പലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇയാളുടെ ബന്ധുക്കൾ, ഇയാളുടെ അടുത്ത ചില സുഹൃത്തുക്കൾ, ഇയാൾക്ക് ഈ ഒളിക്കാൻ സൗകര്യമൊരുക്കിയ ചിലരെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണ് അല്പസമയം മുൻപ് ഈ അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. ഷഫീദി, ആദ്യഘട്ടത്തിൽ ഈ ജൂനിയർ അഭിഭാഷക ഈ അന്വേഷണത്തിൽ തൃപ്തയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ സീനിയർ അഭിഭാഷകനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള സൂചനയും പോലീസിനില്ല എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഒരു അവിശ്വാസം അന്വേഷണത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് കണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ സമീപിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പോലീസിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം വരുന്നത്, പൊതുസമൂഹത്തിൽ നിന്നടക്കം. അത്രയും ക്രൂരമായൊരു മർദ്ദനമാണ് ഈ ജൂനിയർ അഭിഭാഷകയ്ക്ക് നേരിടേണ്ടി വന്നത്. അവരുടെ മുഖത്തെ മർദ്ദനമേറ്റ പാടൊക്കെ നമ്മൾ ദൃശ്യത്തിൽ കണ്ടതാണ്. ഇനി എന്താണ് പോലീസ് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടി? ആരൊക്കെ ഈ ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കി കൊടുത്തു എന്നതിലടക്കം പോലീസിന് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ ഷഫി? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചതാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചയായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിക്കൊപ്പം ഇല്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിക്കുകയും മന്ത്രി പി രാജീവ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പോലീസിന് മേൽ ഈ വിഷയത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലീസ് ആസ്ഥാനത്ത് ചില നിർദ്ദേശങ്ങളും പോയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടണം എന്നുള്ളതായിരുന്നു. ഈ തുമ്പ, അതായത് ഇയാളുടെ സ്വന്തം സ്ഥലം പൂന്തുറയാണ്, അതിനടുത്തുള്ള തുമ്പയടക്കമുള്ള സ്ഥലങ്ങളിൽ ആ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ പോലീസിന്റെ വലിയ നിരീക്ഷണം അടക്കമുള്ള കാര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ പോലീസ് പ്രത്യേക ഒരു ആക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്. ഇയാളുടെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുക്കുക, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നു. അതിനൊടുവിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇയാൾ ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ പിടിയിലായി എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആന്റിസിപ്പേറ്ററി ബെയിലിന് ഇന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇയാളെ മൂവ് ചെയ്ത് അതിനുശേഷം ഈ മഞ്ചൂർ പോലീസ് ഈ തുമ്പ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ തുമ്പ പോലീസിന്റെ അടക്കം സഹായത്തോടു കൂടി നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലായത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ എത്രയും പെട്ടെന്ന് ഈ മഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. വിശദമായി ചോദ്യം ചെയ്യണം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ പോലീസ് പ്രധാനമായും നോക്കുന്നത് എന്തായിരുന്നു അതിന്റെ മോട്ടീവ് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല അതിനി തുടർ നിയമ നടപടികൾ അതും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ജാമ്യമില്ലാ കുറ്റമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിക്കൊണ്ട് ഇയാളെ റിമാൻഡ് ചെയ്യുക എന്നുള്ളതിലേക്കായിരിക്കും കടക്കുക. ഇയാൾ ഒളിവിൽ പോയ സാഹചര്യം നമുക്കറിയാം. അതായത് ഈ സംഘർഷം ഉണ്ടാവുകയും അതിന് പിന്നാലെ ഈ പെൺകുട്ടി കോടതിയിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി പോവുകയും ചെയ്ത സമയത്ത് കോടതിക്കുള്ളിൽ ഇയാൾ ഉണ്ടായിരുന്നു, ഈ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻദാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ അവരുടെ അസോസിയേഷനിൽപ്പെട്ട ചില ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് പോലീസിന് ആ സമയത്ത് ഇയാളെ പിടികൂടാൻ കഴിയാത്തതെന്ന് പോലീസിന് തന്നെ ഒരു ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തിലടക്കം പോലീസ് എടുക്കുന്ന തുടർ നീക്കങ്ങൾ, ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചവരെ കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം അതടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാകും. ഏതായാലും വലിയ തിരച്ചിലിനൊടുവിലാണ് പോലീസ് ബെയിലിൻദാസിനെ പിടികൂടുന്നത്. റീജിത്ത, ഷഫീദി, ബെയിലിൻദാസിന്റെ ജൂനിയേഴ്സിനോടൊക്കെയുള്ള പെരുമാറ്റം അത് സംബന്ധിച്ച കാര്യം നേരത്തെ ഈ ശ്യാമിലി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. മുഖത്തേക്ക് ഫയലുകൾ വലിച്ചെറിയുക, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുക, മർദ്ദിക്കാൻ ശ്രമിക്കുക, പിന്നീട് അതേ വിഷയത്തിൽ തന്നെ ക്ഷമ ചോദിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് വരിക, അങ്ങനെ സ്ഥിരം പ്രശ്നക്കാരനാണ് ഇയാൾ എന്നുള്ളതാണല്ലോ ഈ ശ്യാമിലിയുടെയും അതുപോലെ ശ്യാമിലിയുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ട പ്രതികരണം. ഷഫീ,
റിജിത്ത് ഉറപ്പായിട്ടും, കാരണം ഇതിനു മുൻപും, അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾക്ക് മുൻപ് ഇവർ ശ്യാമിലി ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ഇയാൾ മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. മാത്രമല്ല ശ്യാമിലിയുടെ അമ്മ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ പ്രതികരണത്തിൽ അവർ തന്നെ പറഞ്ഞിരുന്നു, പലപ്പോഴും മകൾ വന്ന ഈ രീതിയിൽ ചില മോശം പെരുമാറ്റം സീനിയർ അഭിഭാഷകനായിട്ടുള്ള ഇയാളുടെ ബേസിലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള പരാതിപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ പെൺകുട്ടി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ജോലി ചെയ്തിരുന്ന മറ്റാളുകളോട് ചോദിച്ചാൽ തന്നെ ഇയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് ഒരു ചിട്ട എന്നതിനപ്പുറത്തേക്ക് ഇയാൾ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു, ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ആ പെൺകുട്ടി പങ്കുവച്ചിട്ടുണ്ട്, ഇവരുടെ അമ്മയും പങ്കുവച്ചിട്ടുണ്ട്. പോലീസിനും ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനായിരുന്നു. എന്നാൽ അത് തടസ്സപ്പെടുത്തി ഒളിവിൽ പോകാനുള്ള നീക്കമാണ് ബെയിലിൻ ദാസ് നടത്തിയത്. പിന്നാലെ ഇയാളുടെ വീടടക്കം, ഇയാൾ വീട്ടിലെത്തി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയപ്പോൾ ആ പരിശോധന ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടാതെ ഇയാൾ വിഴിഞ്ഞം ഭാഗത്തേക്ക് എത്തി ഒരു ആശുപത്രിയിൽ, അതായത് ഈ പെൺകുട്ടിയും ഇയാളെ ജൂനിയർ അഭിഭാഷകയും ഇയാളെ മർദ്ദിച്ചു എന്ന തരത്തിലേക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അദ്ദേഹം സംഘടിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു കൗണ്ടർ കേസിന് പോവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ വിഷയത്തിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് നടത്താതിരുന്നത്. അപ്പോഴും ഇയാൾ ഒളിവിൽ തുടരുന്നു, പോലീസിന് സംസാരിക്കാൻ കഴിയുന്നില്ല, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുന്നു, ഇയാൾ ബന്ധുക്കളെ വിളിക്കുന്നില്ല. പകരം നമുക്ക് അല്പസമയം മുൻപ് ലഭിച്ചൊരു വിവരം, ഇയാളുടെ ഒരു ബന്ധു വഴി കുറച്ച് പണം ഇയാളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരം പുറത്തുവിടരുത് എന്നുള്ളത് പോലീസ് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ ബന്ധുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ കടവ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ആ പരിധിയിൽ ഇയാൾ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഇയാളൊരു മൂവിംഗ് സിറ്റുവേഷനിലായിരുന്നു എന്നുള്ള വിവരം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് പോലീസിന് ഈ വിവരം ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഇയാൾ മാറാൻ ശ്രമിച്ചതിന്റെ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ അപ്പോഴും പോലീസ് പറഞ്ഞത് ഈ പണം ഇട്ടുകൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തിപ്പോഴേ വിടരുത്. കാരണം പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന ആകെ കച്ചിത്തുരുമ്പ് അതായിരുന്നു. അത് വെച്ചിട്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഈ വിഷയത്തിലൊരു തിരച്ചിലും പരിശോധനയും ഒക്കെ നടത്തിയ ശേഷം ഇയാളിലേക്ക് എത്തിച്ചേരുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുവരും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഈ വിഷയത്തിൽ ബാർ അസോസിയേഷൻ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇയാളെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ബാർ കൗൺസിൽ അടക്കം ഇയാൾക്കെതിരെ വിലക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബെയിലിൻ ദാസ് നിലവിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പ്രത്യക്ഷത്തിൽ പരോക്ഷമായി ഇയാൾക്ക് പലതരത്തിലുള്ള പിന്തുണ കിട്ടുന്നു എന്നുള്ള ഒരാക്ഷേപം പോലീസിന് തന്നെയുണ്ട്. അതടക്കം ആ ആക്ഷേപമടക്കം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പോലീസ് തുടർ നിയമ നടപടി സ്വീകരിക്കുക. ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് വഞ്ചിയൂർ പോലീസ്. അതുകൊണ്ട് തന്നെ ബെയിലിൻ ദാസ് എന്തായാലും ജയിലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുസമൂഹത്തിൽ ബെയിലിൻ ദാസ് ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ആരുടെയെങ്കിലും സഹായം അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ ഒളിവിൽ കഴിയാനടക്കം എന്നുള്ള കാര്യത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനം ഉന്നയിക്കുന്നതെന്ന് കേട്ടിരുന്നു. അത് ഈ പ്രതിയുടെ CPIM ബന്ധവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇതിൻ്റെ അന്വേഷണം, ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോണൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു. ജില്ലയ്ക്കകത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോലും കടന്നിട്ടില്ല. ഇങ്ങനെ പ്രതിയെ വലയിലാക്കാൻ ഒരുങ്ങിയ സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ പോലീസിന് നിർണായകമായി മാറിയത് എന്താണ് ഷഫീദ്? റിജിത്ത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ പോലീസിനെ സംബന്ധിച്ച് പോലീസിന്റെ ആദ്യത്തെ ഗോൾഡൻ അവർ എന്ന് പറയപ്പെടുന്ന സമയം, അതായത് ഈ കേസിൽ പോലീസിന് വിവരം ആദ്യം ലഭിക്കുന്നു. അത് കോടതിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ആ വിവരം കിട്ടിയത്. നമുക്കറിയാം, പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീനാകുമാരിയൊക്കെ ആയിരുന്നു ആ വിവരം പോലീസിന് കൈമാറിയത്. അതിന് പിന്നാലെ പോലീസ് ഇയാളെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ സമയത്ത് ബാർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നൊരു തടസ്സപ്പെടുത്തൽ ഉണ്ടായി എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസിന് ഒരു ആക്ഷേപമുണ്ട്. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് പോലീസ് കോടതിയിൽ നിന്ന് മടങ്ങുന്നു, അതിനുശേഷം നിങ്ങൾ നിയമപരമായി കേസെടുത്ത ശേഷം നിങ്ങൾ വന്ന് അറസ്റ്റ് ചെയ്യൂ എന്നുള്ളതായിരുന്നു ബാർ അസോസിയേഷന്റെ നിലപാട്. ഏതായാലും ആ വിഷയം കഴിഞ്ഞ ആ സമയത്ത് ഇയാൾ ഒളിവിൽ പോകാൻ ആ ഒരു സംഭവമാണ് കാരണമായെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് പിന്നീട് ബാർ അസോസിയേഷനെതിരെയുള്ള കുറ്റപ്പെടുത്തലായി മാറിയൊരു സംഭവം. അതിനുശേഷം ഇയാൾ പോയത് ഇയാളുടെ പൂന്തുറയിലെ വീടിന് സമീപത്തേക്കാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. പിന്നാലെ കേസ് ഉടൻ എടുക്കുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി പോലീസ് ആ സ്ഥലത്തേക്ക്, അതായത് പൂന്തുറ എന്ന് പറയപ്പെടുന്ന ഭാഗത്തേക്ക് പോവുകയും ഇയാളുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതൊക്കെ പോലീസ് രഹസ്യമായി നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഈ വിഷയം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നത്. അപ്പോഴും ഇയാൾക്ക് ഒളിവിൽ പോകാൻ ഒരുക്കിയ സാഹചര്യങ്ങൾ, ഒളിവിൽ പോകാൻ കാരണമായിട്ടുള്ള സംഭവങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാളെ അപ്പോഴും സഹായിക്കുന്ന ചിലർ, ഇവരെക്കുറിച്ചൊക്കെ പോലീസിന് വിവരം ലഭിച്ചു. പിന്നെയും പിറ്റേ ദിവസം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതിനുശേഷം ഇന്നലെ നമ്മൾ കണ്ടതാണ്, മന്ത്രി P. രാജീവ് തന്നെ നേരിട്ടെത്തി ഈ പെൺകുട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. മാത്രമല്ല പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം
ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഇന്ന് രാവിലെ മുതലാണ് ബെയിലിൻ ദാസിനായി പോലീസ് പൂർണ്ണ അർത്ഥത്തിൽ വല വിരിച്ചത്. ഇയാൾ പൂന്തുറയിലെ വീട്ടിലുണ്ട്, ഈ പൂന്തുറയിലെ ചില സ്ഥലത്തുണ്ട്, അതിനപ്പുറത്തേക്ക് ഇയാൾ ഈ കടലിൽ ഒളിച്ചു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പോലീസ് മുഖവിലക്കെടുത്തില്ല. പോലീസിന് ഉറപ്പായിരുന്നു ഇയാൾ ഈ പൂന്തുറയിലെ ഒരു തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരൊറ്റ റോഡാണ്, പൂന്തുറ തുമ്പ. അത് നമുക്കറിയാം, കഴക്കൂട്ടം ഭാഗത്തേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് സ്റ്റേഷൻ കടവ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ അതായത് ഇയാളുടെ ഒരു ബന്ധു, തുമ്പ സ്വദേശിയായിട്ടുള്ള ഇയാളുടെ ഒരു ബന്ധു ഇയാളുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു പണം ഇട്ട് കൊടുത്തു എന്നുള്ള വിവരം ഇന്ന് ഏതാണ്ട് 11 മണിയോടെ പോലീസിന് ലഭിക്കുന്നു. അതിനുശേഷം ഈ ബന്ധുവിനെ പോലീസ് നിരീക്ഷിച്ച് വരികയായിരുന്നു. ഒടുവിലാണ് ഇന്ന് ഇയാൾ ഇങ്ങനെ ഒരു മൂവ് നടത്തുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസിന്റെ സഹായത്തോടു കൂടി വഞ്ചിയൂർ പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത്, ഇന്ന് രാവിലെ ഇയാളുടെ ബന്ധുക്കളിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മണിക്കൂറുകളോളം പോലീസ് കസ്റ്റഡിയിൽ ഇയാളെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇയാളുടെ ചില സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തു. മാത്രമല്ല ചില മത്സ്യത്തൊഴിലാളി മേഖല കേന്ദ്രീകരിച്ചടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക പരിശോധനയും നിരീക്ഷണവും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ബെയിലിൻ ദാസ് പോലീസ് വലയിലാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് കൂടി ഇതിൽ കൂടി നമുക്ക് വ്യക്തമാകാം. ബെയിലിൻ ദാസിനൊപ്പം ഇല്ല എന്ന് പറയുന്നു. ആ പെൺകുട്ടിക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു തൊഴിലിടത്തിൽ തന്റെ സീനിയറായിട്ടുള്ള ആൾ അയാളുടെ ഭാഗത്ത് നിന്ന് തൊഴിലെടുക്കാൻ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തരത്തിലേക്ക് ചൂഷണം നേരിടേണ്ടി വരുന്നു. ആ ചൂഷണത്തിനൊടുവിൽ അതൊരു മർദ്ദനവും അക്രമ സംഭവമായി മാറുന്നു. ഒന്നിൽ കൂടുതൽ തവണ തന്നെ മർദ്ദിച്ചു എന്നൊരു പെൺകുട്ടി തന്റെ തൊഴിലിടത്തിൽ മർദ്ദിക്കപ്പെട്ടു എന്നുള്ള വിവരം പങ്കുവയ്ക്കുന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നു. ഒടുവിൽ ആ സമ്മർദ്ദത്തിന്റെ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ ബെയിലിൻ ദാസിന്റെ മർദ്ദനമേറ്റ ശ്യാമിലി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്യാമിലി, ഇപ്പോഴിതാ പ്രതിയെ പിടികൂടിയിരിക്കുന്നു പോലീസ്. ആദ്യ പ്രതികരണം എന്താണ് ശ്യാമിലി? എനിക്ക് വളരെ വളരെ അധികം നന്ദി മാത്രമേ ഉള്ളൂ. കൂടെ നിന്നവരോട്, സഹകരിച്ചവരോട്, എനിക്ക് സപ്പോർട്ട് അറിയിച്ച് ഒരുപാട് ആൾക്കാർ എല്ലാ രംഗത്തു നിന്നും, രാഷ്ട്രീയമായിക്കോട്ടെ, രാഷ്ട്രീയ മതഭേദം എന്നില്ല, എല്ലാവരും ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല, എല്ലാവരും എല്ലാ പാർട്ടിയിൽ നിന്നും എനിക്ക് സപ്പോർട്ട് അറിയിച്ചു. സിനിമാ രംഗത്ത് നിന്ന് സിദ്ദിഖ, സുധീറിക്ക, ഒത്തിരി ആൾക്കാർ എനിക്ക് സപ്പോർട്ട് അറിയിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരള പോലീസ്, പ്രത്യേകിച്ച് SI മഞ്ജു മാം, എനിക്ക് ഒത്തിരി നന്ദി. കൂടെ നിന്ന മീഡിയയുടെ കാര്യം എനിക്കത് പറയാതെ വയ്യ. നിങ്ങൾ ഇത്രയും ഈ ഒരു വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് നീതി കിട്ടിയെന്ന് ഞാൻ പറയുന്നു. എല്ലാവരോടും, കൂടെ നിന്ന എല്ലാവരോടും, എന്റെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ, എല്ലാവരോടും നന്ദി മാത്രം ഈ അവസരത്തിൽ പറയുന്നു. മറ്റൊന്നും പറയാനില്ല. ബാക്കി എന്താന്ന് വെച്ചാൽ തുടരന്വേഷണം നടക്കും. ശ്യാമിലി, ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിലും പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണ തൃപ്തിയുണ്ട് ഇപ്പോഴുള്ള നടപടികളിൽ നിന്ന്? ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ഇതുവരെയും എനിക്ക് അന്വേഷണത്തിൽ യാതൊരു അവർ പിന്നോട്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാണെന്ന് അങ്ങനെ ഒരു തോന്നലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനത് മാധ്യമങ്ങളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണത്തിലും ഇപ്പോ ഈ പ്രതിയെ ഇത്രയും പെട്ടെന്ന് പിടിച്ചതിലും എനിക്ക് ഒരുപാട് നന്ദി മാത്രം. കേരള പോലീസിനോട് ഒത്തിരി നന്ദി. ശ്യാമിലി എങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഒരു ബെയിലിൻ ദാസ് പൊതുവെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. സർക്കാർ കൈവിട്ടു, ബാർ അസോസിയേഷൻ കൈവിട്ടു. പക്ഷേ ഇപ്പോഴും ചിലർ ബെയിലിൻ ദാസിനെ സഹായിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്യാമിലി? എനിക്ക് ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്തായാലും കോടതിയിൽ വന്നിട്ടുണ്ടല്ലോ. ബാക്കി എന്താന്ന് വെച്ചാൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട്. എല്ലാവരോടും ഒത്തിരി നന്ദി. താങ്ക് യു. എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ. ഒരു ഘട്ടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ശ്യാമിലിയുമായുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുകയാണ്. അതിനെ എന്തായാലും പോലീസിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ശ്യാമിലി. പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ശ്യാമിലി. അതിക്രൂരമായ മർദ്ദനമാണ് ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിക്ക് നേരിടേണ്ടി വന്നത്. അത് ഒരു തവണയല്ല, പലതവണ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ബെയിലിൻ ദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പലതവണ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ മുഖത്ത് അടിയേറ്റ് ശ്യാമിലി വന്ന് പറയുന്നത് വലിയ നടുക്കത്തോടു കൂടിയാണ് കേരളം കേട്ടത്. അതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പ്രതിയെ ഇപ്പോൾ പോലീസ് വലയിലാക്കിയിരിക്കുകയാണ്. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞു. ആരെങ്കിലും സഹായം നൽകിയിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒരു ബന്ധു ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകാൻ ശ്രമിച്ചതാണ് പ്രതിയിലേക്ക് എത്താൻ നിർണായകമായത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ശ്യാമിലിയുടെ ആദ്യ പ്രതികരണം 24-നോട് പിന്തുണച്ച എല്ലാവർക്കും നന്ദി. പോലീസിന്റെ തുടർ നടപടികളിൽ പ്രതീക്ഷയുണ്ട്, നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്നാണ് ശ്യാമിലി 24-നോട് വ്യക്തമാക്കിയത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്.
പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലി അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് മാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിൽ ഇയാളാവുന്നത്. ബന്ധു അക്കൗണ്ടിലേക്ക് പണമിട്ട് നൽകിയതാണ് പോലീസിന്റെ നീക്കങ്ങളിൽ നിർണായകമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കും എന്നുള്ളതാണ് ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ, ശ്യാമിലി മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ അടിയേറ്റ് ചോരയൊലിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വലിയ നടുക്കത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കേട്ടത്. പിന്നാലെ ഈ ബെയിലിൻ ദാസിൻ്റെ പശ്ചാത്തലമെന്ത് എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ അതും വലിയ നടുക്കമുണ്ടാക്കുന്ന വിവരങ്ങളായിരുന്നു. നേരത്തെയും ഈ അഭിഭാഷകയെ അപമാനിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒക്കെ ഇയാൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പിന്നീട് പുറത്തു വന്നു. എന്തായാലും ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു. അല്പസമയത്തിനകം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത് ഷഫീദ്? റിജിത്ത്, ഉറപ്പായിട്ടും തുമ്പ SI ആയിരുന്നു ബെയിലിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇപ്പോൾ വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവം നടന്ന 3 ദിവസം കഴിഞ്ഞാണ് ബെയിലിൻ ദാസിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത് എന്നുള്ളതും ഒരു കാര്യമാണ്. വലിയ വിമർശനം പോലീസും സർക്കാരും ഈ വിഷയത്തിൽ കേൾക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് പോലീസ് ഇയാൾക്ക് ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി. അതിനുപക്ഷേ ഈ ബാർ അസോസിയേഷൻ്റെ ഇടപെടൽ നമ്മൾ ആ വിഷയത്തിൽ കണ്ടതാണ്. ഏതായാലും അദ്ദേഹം ഈ മുൻകൂർ ജാമ്യം, ബെയിലിൻ ദാസ് ഈ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചപ്പോഴും പറഞ്ഞ കാര്യം തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിച്ചില്ലെന്നും ബെയിലിൻ വാദമുയർത്തിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കരുതിക്കൂട്ടിയുള്ള അക്രമം, അന്യായമായി തടങ്കലിൽ വെക്കൽ എന്നീ വകുപ്പുകളാണ് ബെയിലിൻ ദാസിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ സമ്മർദ്ദമേറിയപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം മുഴുവൻ വ്യാപിപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരം മുഴുവൻ വ്യാപിച്ച ഒരു അന്വേഷണം ഇന്ന് രാവിലെ മുതൽ നടന്നു. ആ അന്വേഷണത്തിന് ഒടുവിലാണ് ബെയിലിൻ ദാസിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. മുൻപ് റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂന്തുറയിലെ ഒരു സ്ഥലത്തായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് പോലീസിന് തന്നെക്കുറിച്ചിട്ടുള്ള ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരം മനസ്സിലാക്കുകയും അതിനുശേഷം ഇയാൾ ഈ ഒളിവ് സ്ഥലം, അയാൾ ഒളിച്ചിരുന്ന സ്ഥലം മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കാറിൽ സഞ്ചരിക്കവേ സ്റ്റേഷൻ കടവ് എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇയാൾ പിടികൂടുന്നത്. തീരദേശ മേഖലയിലെ ഒരു സ്ഥലം തന്നെയാണ് സ്റ്റേഷൻ കടവും. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ട്. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനോടകം തന്നെ ഇന്ന് രാവിലെ ഇയാളുടെ ബന്ധുക്കളെ അടക്കം പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു. അടുത്ത ഘട്ടമെന്നോണം പോലീസ് ചില ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇയാൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള വിവരം ലഭിക്കുകയും ഉടൻ തന്നെ തുമ്പ പോലീസിൽ വിവരം അറിയിച്ച ബെയിലിൻ ദാസിനെ പിടികൂടുകയും ചെയ്തത്. ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തതിന് പിന്നാലെയാണ് ഇയാൾ ഈ ഒളിവ് സ്ഥലം മാറാനുള്ള നീക്കം നടത്തിയത്. വലിയ വലിയ നീക്കങ്ങൾ ബെയിലിൻ ദാസിന്റെ ഭാഗത്ത് നിന്ന് നടത്തി എന്നുള്ള വിവരവും പോലീസിന് നടക്കുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. ബെയിലിന്റെ മറ്റു ചിലരോട് കൂടി സപ്പോർട്ട്, ചില സഹായങ്ങൾ പ്രാദേശികമായി പോലും ലഭിച്ചു എന്നുള്ള വിവരം കൂടി പോലീസിനുണ്ടായിരുന്നു. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നത്. ആന്റിസിപ്പേറ്ററി ബെയിൽ ഇയാൾ കൊടുത്തെങ്കിലും കോടതി ആ വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടി കോടതി പരിഗണിക്കാനിരിക്കവെയാണ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു നിർണായക നീക്കം ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. തുമ്പ പോലീസിന്റെ സഹായത്തോടു കൂടി വഞ്ചിയൂർ പോലീസ് പ്രതിയെ, ബെയിലിൻ ദാസിനെ വലയിലാക്കിയിരിക്കുന്നു. ബെയിലിൻ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നുള്ള പോലീസിന്റെ നടപടികൾ ഇനി എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയുമായി പോലീസ് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ അശ്വിൻ പാലാഴിയുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയുണ്ട്. ഷോർട്ട് ബ്രേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ചു കൊന്ന കേസിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുന്നു. ഐവിന്റെ മരണകാരണം തലയ്ക്കേറ്റ പരിക്കാണ്. തല മതിലിലോ മറ്റോ ഇടിച്ചതായി സംശയം. ശരീരത്തിൽ മറ്റു പരിക്കുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, അതിക്രൂരമായാണ് പ്രതികൾ ഈ കൃത്യം നടത്തിയത്. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് ആൻമരിയ സണ്ണി? റീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് നമുക്ക് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് പോലീസും പറയുന്നത്. അതായത് ഈ മരണത്തിന് മുൻപ്, കൊലപാതകത്തിന് മുൻപ് ഐവിൻ
ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ. ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരിക്ക് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തല മതിലിലോ മറ്റോ ഇടിച്ചതായിട്ട് സംശയമുണ്ട്. അത് ഈ ഐവിനെ ബോണ്ടിലിരുത്തി 1 കിലോമീറ്ററോളം ഈ പ്രതികൾ വാഹനവുമായി മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ സംഭവിച്ചതായിരിക്കാം ഈ തലയ്ക്ക് ഏറ്റിരിക്കുന്ന പരിക്ക്. അവിടെ നിന്ന് വീണപ്പോൾ വന്നതാണോ ഈ തലയിൽ ഏറ്റിരിക്കുന്ന പരിക്കും എന്നും സംശയമുണ്ട്. അത് മാത്രമല്ല, ശരീരത്തിൽ മറ്റ് പരിക്കുകളുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു മർദ്ദനത്തിനിരയായതിനു ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും വന്നിരിക്കുന്ന സൂചനകളും അവർക്ക്. ശരി, ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി എൻകൗണ്ടർ പ്രൈം കാണാൻ പ്രേക്ഷകർക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം എത്തും. നമസ്കാരം.